ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. വെറും ചിക്കൻ കറിയല്ല, കാഷ്യൂ ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ കാഷ്യൂ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് കാഷ്യൂ നട്ട്, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് വെല്ലുള്ളി. ഇവിടെ 3 വെല്ലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് തക്കാളി. ഇവിടെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് 1/2 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് കറിവേപ്പിലയും മല്ലിച്ചപ്പും, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് പച്ചമുളക്. ഇവിടെ 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പൊടികളാണ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ വേവിക്കണം. അതിനു വേണ്ടി നമുക്ക് ചിക്കൻ എടുത്ത് കുക്കറിലിടണം. കുക്കറിലിട്ടതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകമൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് ചൂടാന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം.
പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ്റെ വെള്ളമാണ്. അതൊരു കപ്പുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ നല്ലോണം തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കാഷ്യൂ നട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിടണം. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. അങ്ങനെ നമ്മളെ കാഷ്യൂ നട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കാഷ്യൂ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം.